കനേഡിയൻ പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ആഭ്യന്തര ശീതയുദ്ധം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് ജസ്റ്റിൻ ട്രൂഡോ തിങ്കളാഴ്ച രാജിവെച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പാർട്ടിക്കുള്ളിലും പുറത്തും ട്രൂഡോ പാർട്ടി നേതാവായി തുടരുന്നതിൽ ശക്തമായ വിമർശനം ഉയർന്നിരുന്നെങ്കിലും അദ്ദേഹം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. ഇനി ഒട്ടും മുന്നോട്ട് പോകാനാവാത്തതിനാലാണ് ട്രൂഡോ പൊടുന്നനെ നേതൃസ്ഥാനം ഒഴിയുന്നതായി പ്രഖ്യാപിച്ചത്. പക്ഷെ ഈ രാജിപ്രഖ്യാപനത്തിലൂടെ പെട്ടെന്ന് ഭരണരംഗത്ത് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നത് രസകരവും ശ്രദ്ധേയവുമായ കാര്യമാണ്. ഈ ജനുവരി 30 കൂടേണ്ടിയിരുന്ന നിർണായകമായ നിയമനിർമ്മാണ സഭാകാലം മാർച്ച് 24 വരെ ട്രൂഡോയ്ക്കും ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിക്കും ആശ്വാസകരമായ രീതിയിൽ നീട്ടിക്കിട്ടി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരു ഒഴിവുകാലത്തിന് ശേഷം പാർലമെന്റ് സമ്മേളനം ഇങ്ങനെ നീട്ടുന്നത് വഴി തങ്ങൾക്കൊരു പുതിയ നേതാവിനെ കണ്ടെത്താനും മുഖരിതമായേക്കാവുന്ന ഒരു കാലുഷ്യകാലം ഒഴിവാക്കാനുമാവും എന്നതാണ് ലിബറൽ പാർട്ടിക്ക് കിട്ടുന്ന ആശ്വാസം. ലിബറലുകളുടെ 9 വർഷത്തെ തുടർഭരണം കാനഡയെ എല്ലാവിധത്തിലും അധോഗതിയിൽ എത്തിച്ചിരിക്കുകയാണ്. പട്ടാപ്പകൽ പോലും നടക്കുന്ന കാർ മോഷണങ്ങളും ഭവന ഭേദനങ്ങളും ജനങ്ങളെ ആകെ രോഷാകുലരാക്കിയിട്ടുണ്ട്. കുറ്റവാളികളിൽ ഏറിയ പങ്കും 24 മണിക്കൂറിനുള്ളിൽ പുറത്തിറങ്ങുന്നതും അവർ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയായി തന്നെയാണ് സാധാരണ ജനങ്ങൾ കാണുന്നത്. കൂടാതെ തൊഴിലില്ലായ്മയുടെ കണക്ക് അമ്പരിപ്പിക്കുന്നതാണ്. അതിനിടെ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ ചുങ്കം കൂട്ടുമെന്ന് അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭയപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത്രയൊക്കെ ദോഷം ചെയ്ത് കാനഡയെ കുട്ടിച്ചോറാക്കിയ ഭരണകൂടത്തിന് വേണ്ടി എന്തിനാണ് പാർലമെന്റ് സമ്മേളനം നീട്ടിവെക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവായ പിയേർ പോളിയേവ് കുറ്റപ്പെടുത്തുന്നത്. ട്രൂഡോയുടെ ഭരണധൂർത്ത് മറച്ചുവെക്കാനാണ് ഈ നികുതി ഭാരം സാധാരണക്കാരുടെ ചുമലിൽ കെട്ടിവെച്ച് 1/4 ജനസംഖ്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇതിനെല്ലാം ഉടനടി പരിഹാരം ഉണ്ടാക്കാൻ ഉടൻ തന്നെ പാർലമെന്റ് വിളിച്ചുകൂട്ടി ട്രൂഡോയെ പുറത്താക്കണമെന്നാണ് യാഥാസ്ഥിതികർ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിലുള്ള കേടുപാടുകൾ പരിഹരിച്ച് പുതുക്കിയെടുക്കാൻ ട്രൂഡോ ഭരണകൂടത്തിനായില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം വരാൻ പോകുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ പുതുതായി പലതും ചെയ്യാനാവുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ട്രൂഡോ സർക്കാരിനെ പുറത്തുനിന്ന് പിന്താങ്ങിയിരുന്ന നവജനാധിപത്യ കക്ഷിയുടെ അധ്യക്ഷൻ സിഖ് വംശജനായ ജഗ്മിത് സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ഖലിസ്ഥാൻ അനുകൂല നിലപാടുകളും സമ്മർദ്ദങ്ങളും ട്രൂഡോയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായാണ് ഇന്ത്യയുമായുള്ള ബന്ധങ്ങളിലെ വിടവിന് ആഴം കൂട്ടിയത്. കാനഡയിലുള്ള കമ്മ്യൂണിറ്റി കോളേജുകളിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രയാണം വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പണം മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള കാനഡയുടെ ഈ നീക്കം ജനങ്ങളെ ആകെ വെറുപ്പിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ കാനഡയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കിനും ഇവിടെ തുടരാനാവാത്ത സ്ഥിതി ഇപ്പോൾ തന്നെയുണ്ട്. തുടർ വിദ്യാഭ്യാസത്തിനായി സർവകലാശാലകളിലേക്ക് യോഗ്യതയ്ക്ക് അനുസൃതമായി പ്രവേശനം ലഭിച്ചവർക്ക് ഇതത്ര ബാധകമാവുന്നില്ല. ഇതുപോലെ വന്നു ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായ നിയമലംഘനങ്ങളും പരാതികളും അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും നിസ്സാരമെന്ന് തള്ളിക്കളയാനാവില്ല. വരുന്ന ഒക്ടോബറിലാണ് കാനഡയിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. മാർച്ച് 24 പാർലമെന്റ് സമ്മേളിച്ചാൽ ട്രൂഡോ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷ പിന്തുണ കിട്ടാതെ പുറത്തു പോകേണ്ടി വരും. അങ്ങനെ വന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായി വരും. ഭരണം മാറി പുതിയൊരു കനേഡിയൻ വസന്തം എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട് എന്ന് വേണം ഇപ്പോഴത്തെ നിലയിൽ അനുമാനിക്കേണ്ടത്. ഇന്ത്യയെ പോലെ അന്ധമായ കക്ഷി രാഷ്ട്രീയം പിന്തുടരുന്നവരല്ല കാനഡക്കാർ. ഭരണത്തിൽ ഇഷ്ടക്കേട് തോന്നിയാൽ കക്ഷി രാഷ്ട്രീയത്തിന് ഉപരിയായി വിധിയെഴുത്ത് നടത്താൻ മടിക്കാത്തവരാണ് കാനഡയിലെ ജനങ്ങൾ. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള യഥാസ്ഥിതികരുടെ നേതാവാണ് പിയേർ പോളിയേവ്. ഭരണരംഗത്ത് ഒട്ടേറെ തിരുത്തുകൾ ഉണ്ടാവുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തുറന്നിട്ട കുടിയേറ്റ വാതിലുകൾ ഭാഗികമായെങ്കിലും അടച്ചിടാനുള്ള സാധ്യതകളുണ്ട്. യാഥാസ്ഥിതികർക്ക് ഖലിസ്ഥാൻ ബന്ധമില്ലാത്തതിനാൽ അവർക്ക് കുറച്ചുകൂടി ബുദ്ധിപരവും ഫലപ്രദവുമായ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കേണ്ടതില്ല. നിലവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സിഖ് വംശജരുണ്ടെങ്കിലും യാഥാസ്ഥിതികരെ സംബന്ധിച്ചിടത്തോളം അതൊരു വോട്ട് ബാങ്കായി നിലനിർത്തേണ്ട ആവശ്യം വരുന്നില്ല. സ്വാഭാവികമായും അത് ഇന്ത്യ കാനഡ ബന്ധത്തെ പഴയ നിലയിലേക്ക് മാറ്റിയെടുക്കുമെന്ന പ്രതീക്ഷ ജനങ്ങളിലുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ നവജനാധിപത്യ കക്ഷിക്ക് തിരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവർക്കിടയിലും നേതൃമാറ്റത്തിന്റെ മുറവിളികൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ആ നേതൃത്വത്തിലേക്ക് സിഖ് വംശജനല്ലാത്ത ഒരാൾ വന്നാൽ ഖലിസ്ഥാൻ വാദത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഇല്ലാതാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.